എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മൾ സാധാരണ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കത്തില്ലേ, നിൻ്റെ സ്കൂള് എത്ര മണിക്കാണ് തുടങ്ങുന്നത്? ഇതെങ്ങനെ ചോദിക്കും? എത്ര മണിക്കാണ് എന്ന് ചോദിക്കാൻ നമ്മൾ വാട്ട് ടൈം എന്നാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. സോ എത്ര മണിക്കാണ് നിൻ്റെ സ്കൂൾ തുടങ്ങുന്നത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഡസ് യുവർ സ്കൂൾ ബിഗിൻ? വാട്ട് ടൈം ഡസ് യുവർ സ്കൂൾ ബിഗിൻ? ബിഗിൻ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക അല്ലെങ്കിൽ തുടങ്ങുക എന്നുള്ള മീനിങ് ആണ്. സോ വാട്ട് ടൈം ഡസ് യുവർ സ്കൂൾ ബിഗിൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്കൂള് എത്ര മണിക്കാണ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കാണ് നിൻ്റെ സ്കൂൾ അവസാനിക്കുന്നത് അല്ലെങ്കിൽ തീരുന്നത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ടൈം ഡസ് യുവർ സ്കൂൾ എൻഡ്? വാട്ട് ടൈം ഡസ് യുവർ സ്കൂൾ എൻഡ്? എൻഡ് എന്ന് പറഞ്ഞാൽ തീരുക, അവസാനിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ വാട്ട് ടൈം ഡസ് യുവർ സ്കൂൾ എൻഡ് എന്ന് ചോദിച്ചാൽ എത്ര മണിക്കാണ് നിൻ്റെ സ്കൂള് അവസാനിക്കുന്നത് എന്നാണ് മീനിങ്. ഇനി നമുക്ക് പറയേണ്ടത് എൻ്റെ സ്കൂള് 9 തുടങ്ങി 3 മണിയാവുമ്പോൾ തീരും എന്ന് പറയണം. അപ്പം ഇത് നമുക്ക് തുടങ്ങുക എന്നുള്ളതിന് ബിഗിന് പകരം സ്റ്റാർട്ട് എന്നും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അവസാനിക്കുക എന്നുള്ളതിന് എൻഡിന് പകരം ഫിനിഷ് എന്നും പറയാം. സോ അതെങ്ങനെ പറയും? മൈ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 9 ആൻഡ് ഫിനിഷസ് അറ്റ് 3. മൈ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 9 ആൻഡ് ഫിനിഷസ് അറ്റ് 3. മൈ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 9 എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ 9 മണിക്കാണ് തുടങ്ങുന്നത് എന്നാണ്. സോ ഇവിടെ നമ്മൾ വേർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തു. അതെന്തുകൊണ്ടാണ്? സ്കൂൾ എന്നുള്ളത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ വേർബിനെയും സിംഗുലർ ആക്കണം. വേർബിനെ സിംഗുലർ ആക്കാൻ നമ്മൾ ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. സോ മൈ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 9 എന്ന് വരും. 3 മണിക്കാണ് തീരുന്നത് എന്നെങ്ങനെ പറയും? ഫിനിഷസ് അറ്റ് 3. ഇവിടെ വേർബിനെ സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനിഷസ് എന്ന് പറഞ്ഞത്. സാധാരണ എസ് എച്ചിലൊക്കെ എൻഡ് ചെയ്യുന്ന വേർബിൻ്റെ കൂടെ ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോ എൻ്റെ സ്കൂള് 9 മണിക്ക് തുടങ്ങുന്നു, 3 മണിക്ക് തീരുന്നു എന്നെങ്ങനെ പറയും? മൈ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 9 ആൻഡ് ഫിനിഷസ് അറ്റ് 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിനക്ക് നാളെ സ്കൂൾ ഉണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഉണ്ട് എന്ന് പറയാൻ നമുക്കറിയാം ഹാവ് എന്നുള്ള വേർബ് യൂസ് ചെയ്യണം എന്നറിയാം. അപ്പോൾ നിനക്ക് നാളെ സ്കൂൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് സ്കൂൾ ടുമോറോ? ഡു യു ഹാവ് സ്കൂൾ ടുമോറോ? ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ. അപ്പം നാളെ നിനക്ക് സ്കൂൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഡു യു ഹാവ് സ്കൂൾ ടുമോറോ. ഇനി എനിക്ക് നാളെ സ്കൂൾ ഉണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് സ്കൂൾ ടുമോറോ. ഐ ഹാവ് സ്കൂൾ ടുമോറോ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്കൂൾ ഉണ്ട് എന്നാണ്. അപ്പം ഉണ്ട് എന്ന് പറയാനാണ് നമ്മളിവിടെ ഹാവ് എന്നുള്ള വേർബ് യൂസ് ചെയ്തത്. ഐ ഹാവ് സ്കൂൾ ടുമോറോ. ഇനി എനിക്ക് നാളെ ഒരു പരീക്ഷയുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഉണ്ട് എന്ന് പറയാൻ ഹാവ് തന്നെയാണ്. ഐ ഹാവ് ആൻ എക്സാം ടുമോറോ. ഐ ഹാവ് ആൻ എക്സാം ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ എനിക്കൊരു എക്സാം ഉണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് ആൻ എക്സാം ടുമോറോ. ഇനി ഇന്ന് സ്കൂളില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ദർ ഈസ് നോ സ്കൂൾ ടുഡേ. ദർ ഈസ് നോ സ്കൂൾ ടുഡേ. ദർ ഈസ് നോ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഇല്ല എന്നാണ്. ഇന്ന് സ്കൂളില്ല എന്ന് പറയാനാണ് ദർ ഈസ് നോ സ്കൂൾ ടുഡേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏത് സ്കൂളിലാണ് പോകുന്നത്? അതെങ്ങനെ ചോദിക്കും? വാട്ട് സ്കൂൾ ഡു യു ഗോ ടു? വാട്ട് സ്കൂൾ ഡു യു ഗോ ടു? വാട്ട് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏത് സ്കൂളിലാണ് എന്നാണ്. വാട്ട് സ്കൂൾ ഡു യു ഗോ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സ്കൂളിലാണ് പോകുന്നത് എന്നാണ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. ഇനി ഇത് തന്നെ വിച്ച് സ്കൂൾ ഡു യു ഗോ ടു എന്ന് ചോദിച്ചാലും തെറ്റൊന്നുമില്ല. ഏത് സ്കൂളിലാണ് നിങ്ങൾ പോകുന്നത് എന്ന് തന്നെയാണ് മീനിങ്. വിച്ച് സ്കൂൾ ഡു യു ഗോ ടു? ഇനി നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്നെങ്ങനെ ചോദിക്കും? എങ്ങനെ എന്ന് ചോദിക്കാൻ ഹൗ. ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഹൗ ഡു യു ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് എന്നാണ് മീനിങ്. ഹൗ ഡു യു ഗോ ടു സ്കൂൾ. ഇനി ഞാൻ നടന്നാണ് പോകുന്നത് എന്ന് പറയണം. അതെങ്ങനെ പറയും? I
walk to school. I walk to school എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നാണ് സ്കൂളിൽ പോകുന്നത്. I walk to school. ഇനി ഇങ്ങനെ പറയണം, അതായത് ഞാൻ എന്നും രാവിലെ വണ്ടി ഓടിച്ച് എൻ്റെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നു. അതെങ്ങനെ പറയും? വണ്ടി ഓടിച്ച് എന്നുള്ളതിന് ഡ്രൈവ് എന്നാണ് പറയുന്നത്. അപ്പം ഐ ഡ്രൈവ് മൈ കിഡ്സ് ടു സ്കൂൾ എവറി മോർണിംഗ്. ഐ ഡ്രൈവ് മൈ കിഡ്സ് ടു സ്കൂൾ എവറി മോർണിംഗ്. മൈ കിഡ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്നാണ്. എവറി മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്നും രാവിലെ. ഐ ഡ്രൈവ് മൈ കിഡ്സ് ടു സ്കൂൾ എവറി മോർണിംഗ്. ഇനി നിന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ വരും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ കം ടു പിക്ക് യു അപ്പ് ഫ്രം സ്കൂൾ. ഐ വിൽ കം ടു പിക്ക് യു അപ്പ് ഫ്രം സ്കൂൾ. ഐ വിൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരും എന്നാണ്. ടു പിക്ക് യു അപ്പ് ഫ്രം സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് നിന്നെ കൊണ്ടുവരാൻ എന്നാണ് മീനിങ്. സോ ഐ വിൽ കം ടു പിക്ക് യു അപ്പ് ഫ്രം സ്കൂൾ എന്ന് പറഞ്ഞാൽ നിന്നെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഞാൻ വരും എന്നാണ് മീനിങ്. നമ്മൾ ഒരു സ്ഥലത്ത് പോയി ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരുന്നതിനാണ് പിക്ക് സമ്മൺ അപ്പ് എന്ന് പറയുന്നത്. സോ ഐ വിൽ കം ടു പിക്ക് യു അപ്പ് ഫ്രം സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകാൻ വരും എന്നാണ് മീനിങ്. ഇനി നീ ഇന്നലെ സ്കൂളിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? were you at school yesterday? were you at school yesterday? അറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എന്നാണ്. were you at school എന്ന് പറഞ്ഞാൽ നീ സ്കൂളിൽ ഉണ്ടായിരുന്നോ എന്നാണ്. സോ നീ ഇന്നലെ സ്കൂളിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനാണ് were you at school yesterday. ഇനി ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? I didn't go to school yesterday. I didn't go to school yesterday. ഇത് ഇന്നലത്തെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ did എന്നുള്ള ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ പോയില്ല എന്ന് പറയാൻ didn't go. I didn't go to school yesterday. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല എന്നാണ് മീനിങ്. ഇനി ഇതിന് പകരമായിട്ട് ഞാൻ ഇന്നലെ സ്കൂൾ സ്കിപ്പ് ചെയ്തു, അതായത് ഒഴിവാക്കി, ഞാൻ ഇന്നലെ പോയില്ല എന്നുള്ള ഒരു മീനിങ്ങിൽ I skipped school yesterday എന്ന് പറയാം. I skipped school yesterday, അതായത് ഇന്നലെ ഞാൻ ഒഴിവാക്കി, അതായത് ഇന്നലെ പോയില്ല എന്നുള്ള ഒരു മീനിങ് ആണ്. I skipped school yesterday. പിന്നെ കുട്ടികളോട് നമ്മൾ ചോദിക്കത്തില്ലേ, നിങ്ങൾ സ്കൂളിൽ കളിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? Do you play at your school? Do you play at your school? എന്ന് പറഞ്ഞാൽ നീ സ്കൂളിൽ കളിക്കാറുണ്ടോ എന്നാണ് മീനിങ്. അറ്റ് യുവർ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്കൂളിൽ എന്നാണ്. ഡു യു പ്ലേ അറ്റ് യുവർ സ്കൂൾ എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ സ്കൂളിൽ കളിക്കാറുണ്ടോ എന്നാണ് മീനിങ്. ഇനി നിനക്ക് ഏത് വിനോദമാണ് ഇഷ്ടം അല്ലെങ്കിൽ ഏത് കളിയാണ് ഇഷ്ടം എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? അപ്പം വിനോദം എന്ന് പറയാൻ സ്പോർട്ട് എന്നാണ് പറയുന്നത്. അപ്പം വിച്ച് സ്പോർട്ട് ഡു യു ലൈക്ക്? വിച്ച് സ്പോർട്ട് ഡു യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ഏത് വിനോദമാണ് ഇഷ്ടം എന്നാണ് മീനിങ്. ഇനി എനിക്ക് ടെന്നീസ് കളിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഒന്നുകിൽ ഐ ലൈക്ക് ടു പ്ലേ ടെന്നീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ലൈക്ക് പ്ലേയിങ് ടെന്നീസ് എന്ന് പറയാം. ഐ ലൈക്ക് ടു പ്ലേ ടെന്നീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ടെന്നീസ് കളിക്കാൻ ഇഷ്ടമാണ് എന്നാണ്. ഐ ലൈക്ക് പ്ലേയിങ് ടെന്നീസ് എന്ന് പറഞ്ഞാലും എനിക്ക് ടെന്നീസ് കളിക്കാൻ ഇഷ്ടമാണ് എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ്, ഈ വിനോദം അത് കളിക്കാൻ എളുപ്പമാണോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? ഈസ് ദിസ് സ്പോർട്ട് ഈസി ടു പ്ലേ? ഈസ് ദിസ് സ്പോർട്ട് ഈസി ടു പ്ലേ? ഈസി ടു പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കാൻ എളുപ്പം എന്നാണ്. അപ്പം ഈ വിനോദം കളിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിക്കാനാണ് ഈസ് ദിസ് സ്പോർട്ട് ഈസി ടു പ്ലേ. ഇനി അവൾ സ്കൂളിലാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? അവൾ സ്കൂളിൽ ആണ് എന്ന് പറയാൻ നമുക്കറിയാം ഷീ ഈസ് അറ്റ് സ്കൂൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആണോ എന്ന് ചോദിക്കാൻ ഈസ് ഫ്രണ്ടിലോട്ടാക്കണം. ഈസ് ഷീ അറ്റ് സ്കൂൾ? ഈസ് ഷീ അറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവൾ സ്കൂളിലാണോ എന്നാണ് മീനിങ്. ഇനി ഇന്നത്തെ ലാസ്റ്റ് സെൻറ്റൻസ്, സ്കൂൾ കഴിഞ്ഞു എന്ന് പറയണം. ദ സ്കൂൾ ഈസ് ഓവർ. ദ സ്കൂൾ ഈസ് ഓവർ. ഓവർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് മീനിങ്. സോ ദ സ്കൂൾ ഈസ് ഓവർ എന്ന് പറഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞു എന്നാണ് മീനിങ്. സോ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.